നമ്മൾ ഓരോ ആളുകളും നയിച്ചുകൊണ്ടേയിരിക്കുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റികളുള്ള ആളുകളാണ്. ചെറിയൊരു കഥ പറഞ്ഞിട്ട് നമുക്ക് നമ്മെ തന്നെ വിശകലനം ചെയ്യാവുന്ന ചില കാര്യങ്ങൾ പങ്കുവെച്ച് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. ആരാണ് നേതാവ് എന്നൊരു ഉത്തരം ഒന്നേ ഉള്ളൂ. ആരാവരുത് നേതാവ് എന്ന ഉത്തരമാണ് പാലിക്കേണ്ടത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരല്ല നേതാവ്, ആരാവരുത് നേതാവ്. ആ പ്രശ്നം എങ്കിലുണ്ടോ എന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ ഗുഡ് ക്വാളിറ്റിയുള്ള നേതാവാണ്. അപ്പൊ സ്വാഭാവികമായും അതിലേക്ക് വരുന്ന മുമ്പ് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഒരു മനുഷ്യൻ ഒരു നാളില് ജീവിതത്തിനോട് മടുപ്പ് തോന്നി, ഇനിയില്ല, കഴിയില്ല, ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ജീവിതം അവസാനിപ്പിച്ചാലോ എന്നൊരു ചിന്തയോടുകൂടി ഒരു പുഴത്തീരത്തേക്ക് വന്നിരുന്നു. അയാളോട് വന്നിരുന്നപ്പോ തൊട്ടടുത്ത് ഒരു ചാക്ക്, അത് നിറയെ എന്തോ സാധനങ്ങളുണ്ട്. രാത്രിയായി തുടങ്ങിയിരിക്കുന്നു. മുന്നിലുള്ള കാര്യങ്ങൾ കൃത്യമായി കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ അദ്ദേഹം മുന്നിലെ ചാക്കിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് കുഞ്ഞു കല്ലുകൾ പോലെ തോന്നിച്ച ഓരോ വസ്തുക്കളെടുത്ത് പുഴയിലേക്ക് വലിച്ചെറിയാൻ തുടങ്ങി. വലിയ ചാക്കാണ് അത്. എവിടെയോ ചിന്തിച്ച് എന്തോ ആലോചിച്ച് ഓരോന്നോരോന്ന് എടുത്ത് താഴേക്ക് എറിഞ്ഞ് കുറെ സമയം കഴിഞ്ഞ ശേഷമാണ് നല്ല നിലാവെളിച്ചത്തിൽ തന്റെ കയ്യിലേക്ക്, തന്റെ കയ്യിൽ പിടിച്ച കല്ലിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുന്നത്. ആ നോട്ടത്തിലാണ് ആ കല്ല് തിളങ്ങുന്നു എന്ന തിരിച്ചറിവുണ്ടാവുന്നത്. അയാൾ ഉടനെ അത് മാറ്റി കൈവെള്ളിലേക്കിട്ട് ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം, ഞാൻ ഇത്ര നേരവും വലിച്ചെറിഞ്ഞു കൊണ്ടിരുന്ന കല്ലുകൾ ഓരോന്നും, ലോകത്തെ വിലപിടിച്ച രത്നങ്ങളായിരുന്നു, മുത്തുകളായിരുന്നു എന്ന ഒരു വലിയ യാഥാർത്ഥ്യം അയാൾ തിരിച്ചറിയുമ്പോഴേക്ക് ചാക്കിൽ ഒന്നോ രണ്ടോ കല്ലുകളല്ലാതെ മറ്റൊന്നും അവശേഷിക്കുന്നില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ നിരാശനായ മനുഷ്യനിലേക്ക് എന്റെയും നിങ്ങളുടെയും മുഖം കാണുക. നമ്മൾ നമ്മെ തന്നെ ഒന്ന് മെല്ലെ ഒന്ന് വിഷ്വൽ ചെയ്യുക. എന്നിട്ട് ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് നമുക്കൊക്കെയും ഒരുമിച്ച് കൂടി എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കാൻ വിളിച്ചപ്പോ ആളുകൾ വരാത്തതിന്റെ നൈരാശ്യം കൊണ്ട്, വേറെ എന്തെങ്കിലും ഒരു പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിട്ട് ആൾ കിട്ടാത്തതിന് പ്രയാസം കൊണ്ട് നമ്മളിങ്ങനെ മാറിയിരുന്ന, ഇനി ഒന്നിനും എനിക്ക് കഴിയില്ലെന്ന് കരുതി തിരിച്ച് പിന്തിരിഞ്ഞു പോയി കാലങ്ങൾ കഴിക്കുമ്പോഴാണ് ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയുക, ഈ ഓരോ വർഷവും ഓരോ നിമിഷവും എന്നിൽ നിന്നുള്ള ഒരുപാട് കഴിവുകൾ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ എനിക്ക് ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ പറ്റുമായിരുന്നു എന്ന്. ഒരു നേതാവും നേതാവായി ജനിക്കുന്നില്ല എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. രണ്ട് തരത്തിൽ പറയാറുണ്ട്. പക്ഷെ യാഥാർത്ഥ്യമാണ്, ആരും നേതാവായി ജനിക്കുന്നില്ല, നേതാവായിട്ട് വളർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ എംപിൽക്കായി നമ്മളിലൊക്കെയും ആ കഴിവുണ്ടാകാം. നമ്മൾ ഓരോ ആൾക്കാരും, ഞാനിപ്പോ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ആ കഴിവ് നമുക്ക് ഓരോ ആൾക്കാർക്കുണ്ട്. എല്ലാ ആൾക്കാർക്കും നയിക്കാൻ കഴിയും. അതിനുള്ള ആവശ്യമായ
ആത്മവിശ്വാസം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിനാദ്യമേ വേണ്ടത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്: ഞാൻ ആരാണ്? എനിക്ക് എന്ത് കഴിവുകളുണ്ട്? എനിക്ക് സമൂഹത്തെ നയിക്കാനുള്ള എന്ത് പ്രാപ്തി ഉണ്ടെന്ന ചോദ്യത്തിന് എന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഉത്തരം കിട്ടുന്നുവെങ്കിൽ തീർച്ചയായും എനിക്കിത് സാധ്യമാണ്. നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കി കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. നേതാക്കന്മാരൊക്കെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് നിർമ്മിക്കപ്പെടുകയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം ഉണ്ടാകുമ്പോ അവിടെ നിന്ന് അങ്ങോട്ടാണ് ഒരു നേതാവ് തുടക്കം കുറിക്കപ്പെടുന്നത്. എപ്പോഴാണ് ഗാന്ധിജി ഉണ്ടായെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയാം. എപ്പോഴാണ് ഗാന്ധിജി ഉണ്ടായത്? എപ്പോഴാ? കേൾക്കുന്നില്ല. എപ്പോഴാ? സ്വാതന്ത്ര്യ സമരത്തിൽ. വേറെ ഉത്തരം? ഈ ഒരു ഉത്തരം ഏകദേശം ശരിയാണ്. നമ്മൾ പലപ്പോഴും പറയുക ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ അന്ന് തുടങ്ങി. നോ, അത് മോഹൻദാസ് കരംചന്ദ് ആണ് അന്ന് ജനിച്ചത്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ അംഗീകരിക്കുന്ന നേതാവായി ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ജനിക്കുന്നത് അദ്ദേഹത്തെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്ന ദിവസമുണ്ട്. ഓർമ്മയുണ്ടോ? എന്തുകൊണ്ട്? വെള്ളക്കാരന്റെ കമ്പാർട്ട്മെന്റിലേക്ക് കയറിപ്പോയതുകൊണ്ട് നീ ഇതിന് അർഹനല്ല പറഞ്ഞിട്ട് ചവിട്ടി പുറത്തേക്കുന്ന ദിവസമുണ്ട്. അന്നാണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നവരോട് പ്രതികരിക്കേണ്ടതുണ്ടെന്നും അതിനെതിരെ സംഘടിക്കേണ്ടതുണ്ടെന്നും ഈ രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി നമ്മൾ ഒന്നിക്കേണ്ടതുണ്ടെന്ന ഒരു ബോധ്യം അതിലേക്ക് ഉണ്ടാകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, സാഹചര്യങ്ങളാണ് പലപ്പോഴും നേതാക്കന്മാരെ സൃഷ്ടിക്കുന്നത്. എങ്കിൽ ഈ കാലഘട്ടം നമ്മൾ ഓരോ ആളുകളെയും വിളിച്ചുകൊണ്ടേയിരിക്കുന്നത്, ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നാം നിലവിൽ എത്തിപ്പെട്ടിരിക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് ഇറങ്ങേണ്ടുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് പറയുമ്പോ സെൻ ബുദ്ധന്റെ അടുക്കിലേക്ക് ഒരാൾ വന്ന ഒരു കഥയുണ്ട്. സെൻ ബുദ്ധൻ എന്ന് പറഞ്ഞ ബുദ്ധ മതത്തിന്റെ ഒരു പ്രത്യേക വിഭാഗമാണ് സെൻ ബുദ്ധിസം. ഒരുപാട് കഥകൾ സെൻ ബുദ്ധിസവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രചോദനം നൽകുന്ന ഉൾക്കാഴ്ചകൾ ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതില് ഗുരുവിനെ തേടി വരുന്ന ഒരു സന്യാസി, ഒരു ബുദ്ധ ഭിക്ഷു സെൻ ബുദ്ധന്റെ പർണശാലയിലേക്ക് ഉള്ളിലേക്ക് കടന്നു വന്ന് ഗുരുവിന്റെ മുന്നിലേക്ക് മുഖത്ത് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. സെൻ ബുദ്ധന്റെ രീതി എന്നാൽ ഉൾക്കാഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ, എൻലൈറ്റ്മെന്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ സാധ്യമായി എന്നാണ്. അതുണ്ടാകുന്നവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനെന്ത് വേണം ചോദിക്കാൻ അദ്ദേഹം വന്നത്. പക്ഷേ ഗുരു മിണ്ടുന്നില്ല, ഗുരു പ്രതികരിക്കുന്നേയില്ല. അങ്ങനെ കയറി വന്നത് പോലും ശ്രദ്ധിക്കാത്ത വിധം അദ്ദേഹം ഇങ്ങനെ തന്റെ പ്രവർത്തനങ്ങൾ മാത്രം ഒഴുകിയിരിക്കുകയാണ്. ഒടുവിൽ ഇദ്ദേഹം ഇങ്ങനെ ഗുരുവിന്റെ മുഖത്തേക്ക് വീണ്ടും വീണ്ടും നോക്കുമ്പോഴാണ് പുറത്തു നിന്നൊരാള് ഒരു കെറ്റിൽ ചായയുമായി ഉള്ളിൽ കയറി വരുന്നത്. ആ കെറ്റിൽ ചായ അവിടെ ഇരിക്കുന്ന കോപ്പയിലേക്ക് ഗുരു ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങി. ഒഴിച്ചു തുടങ്ങിയപ്പോ കോപ്പ നിറഞ്ഞു. ഗുരു നിർത്തുന്നില്ല. അത് മേശയിലേക്ക് പകർന്ന് മേശ നിറഞ്ഞ് താഴേക്ക് ഒഴുകി പരക്കാൻ തുടങ്ങിയപ്പോഴ് ഒരു ചായ നശിപ്പിക്കുന്നല്ലോ എന്ന വിഷമത്തിൽ, പ്രയാസത്തിൽ ഇദ്ദേഹം വിളിക്കുന്നത്, ഗുരു നിങ്ങളിത് കാണുന്നില്ലേ? ചായ ഒഴുകി പരക്കുകയാണ്. അത് ഈ റൂമിലാകെ അത് നിറഞ്ഞു കവിയുകയാണ്. നിങ്ങളൊന്ന് അവസാനിപ്പിക്കുമെന്ന് ചോദിക്കുമ്പോ ഗുരു മെല്ലെ തലയുറ്റുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കുണ്ട്. ആ വാക്ക് പഠിക്കാനിറങ്ങുന്ന, പുതിയത് അന്വേഷിക്കാൻ പോകുന്ന നമ്മൾ ഓരോ ആളുടെയും മനസ്സിലേക്ക് പതിയിട്ടതാണ്.
അദ്ദേഹം പറയുന്നുണ്ട്, നിറഞ്ഞ ഒന്നിൽ വീണ്ടും നിറക്കാൻ കഴിയില്ല. നിറഞ്ഞ ഒന്നിൽ വീണ്ടും നിറക്കാൻ കഴിയില്ല. അദ്ദേഹം ചോദിക്കുന്നു, എന്താ ഗുരു, ഞാൻ ഒഴിക്കുന്ന ഈ കോപ്പയിലേക്ക് ചായ നിറഞ്ഞതുകൊണ്ട് ഇനി ആ കോപ്പയിൽ ആ ചായക്ക് സ്ഥാനമില്ലാത്തതുകൊണ്ടാണ് പുറത്തേക്ക് ഒഴുകി പറയുന്നത്. ഗുരു, ഇത് പറയുന്ന അർത്ഥം എന്താണ്? അദ്ദേഹം പറഞ്ഞു, നിന്റെ മനസ്സിൽ ഒരുപാട് അറിവുകൾ വെച്ചാൽ നീ വരുന്നത്. ഇതൊക്കെയും നേടിയെടുത്ത് ഞാൻ വല്ല അറിവുള്ള ആളാണ്, എനിക്കെല്ലാം അറിയുന്ന ബോധ്യം കൊണ്ടാണ് നീ ഇങ്ങോട്ട് കയറി വരുന്നത്. അറിവുകൾ നിറച്ചു വെച്ചിരിക്കുന്ന മനസ്സിനകത്തേക്ക് പുതിയ അറിവ് നൽകാനുള്ള സാധ്യത എനിക്കില്ലാത്തതുകൊണ്ട് നിലവിലുള്ള മുഴുവൻ നീ നീക്കിയെടുത്ത് മാറ്റിയെടുത്ത് ഒഴിഞ്ഞ കോപ്പയായാൽ മാത്രമേ നിനക്ക് വേണ്ടുന്നത് നിറക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാനൊരു നേതാവായി മാറുമ്പോ ഞാൻ അതിലേക്ക് ഇറങ്ങിത്തല്ലാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്നിലുണ്ടാവേണ്ടുന്ന ക്വാളിറ്റിയെ കുറിച്ച് ഞാൻ പഠിച്ചെടുക്കുമ്പോ ഞാൻ നേതാവാണ്, ഞാൻ പഠിച്ചവരാണ്, ഞാൻ ഏതെങ്കിലും തലത്തിൽ ഉയർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, എനിക്കത് വേണ്ടെന്ന് തോന്നുന്നുണ്ടാകുമ്പോ പുതിയ കാലഘട്ടത്തിന്റെ ലീഡർഷിപ്പിൽ നിന്ന് നമ്മൾ മെല്ലെ പിന്നാക്കം വലിക്കപ്പെടും. കാലഘട്ടത്തിനനുസരിച്ച് പുതിയ അപ്ഡേഷൻ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെയാണ്. കാരണം പഴയതൊക്കെ മാറി. ഇപ്പൊ മൊബൈൽ ഫോണൊക്കെ പുതിയ മുമ്പ് 2G ആയിരുന്നു. എല്ലാവരും കയ്യിൽ ആ ഫോണൊക്കെ മാറി 3G ആയി. ഇപ്പൊ ആൾക്കാർ അപ്ഡേറ്റ് ചെയ്ത് 4G ആയി. ഇപ്പൊ ഏതാ 5G വരാൻ പോകുന്നു. ആൾക്കാർ അതിന്റെ അപ്ഡേഷനിലേക്ക് ചോദിക്കുന്നത്. ഈ അപ്ഡേഷൻ 4G 2G അപ്ഡേഷൻ എവിടെ മാത്രമല്ല, ഇതിന് ആപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്, മൊബൈൽ ഫോൺ നടക്കുന്നുണ്ട്. ഇതിൽ മാത്രമല്ല, ഒരു വേള നമ്മുടെ ചിന്തകൾ പോലും ആ അപ്ഡേഷൻസ് വന്ന് തുടങ്ങുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ല മാത്രം. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാകുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ മാറാത്തിടത്തോളം ഒരാളെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. ഏറ്റവും നമ്പർ 1 പോയിന്റ് കാണാം. പക്ഷെ അത് ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു സമൂഹത്തെ മാറ്റാൻ കഴിയില്ല നിങ്ങൾ സ്വയം മാറുന്നത് വരെ. നിങ്ങൾ സ്വയം മാറുന്നവരെ നിങ്ങൾക്കൊരു സമൂഹത്തെ മാറ്റാൻ കഴിയില്ല. നിങ്ങൾ എന്ന് മാറുന്നുവോ നിങ്ങൾക്ക് ചുറ്റുമുള്ള സമൂഹത്തെ നിങ്ങൾക്കത് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ ആദ്യം വേണ്ടത് എന്താ? ആദ്യം വേണ്ടത് ചേഞ്ച് ആണ്. എന്താണ് ചേഞ്ച്? അർത്ഥം എന്താ? മാറ്റമാണ്. ആരാ പറയുന്നത്? അവിടെയാണ് ഞാനാകുന്ന നേതാവിന്റെ വാക്ക്. ഒരു മാറ്റം ആർക്കും ഇല്ലട്ടോ. ഒരു മാറ്റം ആർക്കുമില്ല. നിങ്ങൾ പറയോ ഞാനെന്താ മാറുന്നു, ഞാൻ നേതാവല്ലേ? ഈ മാറ്റം എനിക്കാണ് ആദ്യം വേണ്ടത്. ഞാൻ മാറ്റങ്ങളിലേക്ക് തയ്യാറാകുമ്പോ എനിക്ക് ചുറ്റുമുള്ള ആളുകൾ മാറും. അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ പരിചയപ്പെടുത്തി ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് മത്സരിച്ച് സംഭൂജിതനായ എന്ന് പറയാൻ പറ്റില്ലേ, പൂജ്യം വ്യക്തികൾ എനിക്ക് 1300 പ്രശ്നമുണ്ട്. എല്ലാരും പറഞ്ഞു നീ ജയിച്ചു എന്നാണ്. എനിക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ ഞാൻ അന്വേഷണം പറഞ്ഞു, ഏകദേശം 3000-3001 ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പൊ ഭൂരിപക്ഷം കുറച്ചിട്ട് 1300 1400 വിജയമാണെന്നോ? അത് വിജയമാണ്. പക്ഷെ ഞാൻ എന്റെ വിജയമായിട്ട് കാണുന്നല്ലേ, എനിക്ക് ഇറങ്ങിച്ചെന്ന് അഭിമുഖീകരിക്കപ്പെടുന്ന വലിയ സമൂഹത്തെ എനിക്ക് കിട്ടിയിരുന്നതാണ്. ജയിക്കുക തോൽക്കുക എന്നപ്പുറത്തേക്ക് നമ്മൾ എപ്പോഴും കാണേണ്ട ഏറ്റവും പരമപ്രധാന കാര്യം, there is no failure, only experience. എന്തില്ല? പരാജയമില്ല. എന്തേ ഉള്ളൂ? അനുഭവമുള്ളൂ. ഈ പ്രാവശ്യം തോറ്റാല് ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു കേട്ടോ. അഥവാ മത്സരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്, അഥവാ ഈ പ്രാവശ്യം തോറ്റാല് എന്തുകൊണ്ട് തോറ്റു എന്ന് ഞാൻ പഠിച്ച് അനുഭവങ്ങളുടെ പാഠങ്ങൾ കൊണ്ട് മാറ്റങ്ങൾക്ക് ഞാൻ സ്വയം തയ്യാറായാൽ അടുത്ത ഊഴം എന്റെ ഉറപ്പാണ്. There is no failure, only experience. പരാജയമില്ല. 10ാം ക്ലാസ് തോറ്റു, +1 തോറ്റു, +2 തോറ്റു, ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. അപ്പോഴും നമ്മൾ മക്കൾ ചെയ്യുന്നത്, എന്റെ വിഷയം അങ്ങോട്ട് പോകുന്നില്ല. നമ്മളെ മക്കൾ അല്ലെങ്കിൽ പലപ്പോഴും കേൾക്കുന്നത് അവരെ വിഷം കുടിച്ചു അല്ലെങ്കിൽ ആത്മഹത്യ കയറി തൂങ്ങി ആത്മഹത്യ ചെയ്തു. 10ാം ക്ലാസ് കൊണ്ട് തീരുന്നതാണോ ജീവിതം? +2 കൊണ്ട് തീർന്നാണ് ജീവിതം? ഭാഗ്യത്തിന് ഇലക്ഷൻ തോറ്റാൾക്കോ തൂങ്ങി വയ്ക്കുന്ന കേൾക്കാറില്ല. എന്താ അത്രമാത്രം കപ്പാസിറ്റി ഒക്കെ കിട്ടുന്നു. ഇങ്ങനെ ഇറങ്ങി ആൾക്കാരെ കണ്ടിട്ട് ഇങ്ങനെ അഭിമുഖിച്ചിട്ട് ഒരു ധൈര്യം കിട്ടുന്നു. അതുകൊണ്ടായിരിക്കും അല്ലെ? ഇല്ലെങ്കിൽ നാട്ടിൽ മൊത്തം തൂങ്ങലായിരിക്കും. അത് ഒരു പാഠമാണ്. ഓൺലി എക്സ്പീരിയൻസ്. There is no failure. പരാജയമൊന്നുമില്ല.
അപ്പൊ ചോദിക്കുമ്പോൾ തോറ്റത് തോൽവിയെ നമ്മൾ വിളിക്കുന്ന സാങ്കേതികതയാണ്. അവിടെ അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകാൻ ഞാൻ ഇത് തുടങ്ങുന്നത് പരാജയത്തിൽ വേണം തുടങ്ങാൻ. നേതൃത്വം നമ്മളിത് കാണണം. നമ്മള് ഏറ്റവും ഹീറോ ആയി നിൽക്കുന്നതിന്റെ മുന്നേ നമ്മൾ കാണേണ്ടത് അത് സീറോയിൽ നിന്ന് തുടങ്ങണം. നമ്മൾ ഏറ്റവും സാധാരണക്കാരൻ ആൾക്കാരെ നമ്മൾ കാണണം. ഏറ്റവും സാധാരണക്കാരൻ ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി വേണ്ടത് എംപതിയാണ്. എംപതി. എന്താ എംപതി പറഞ്ഞാൽ? എംപതി. സിമ്പതി അറിയോ? ഹലോ, ഒന്ന് ഹായ് പറയാൻ പറ്റുമോ? ഹലോ ഹലോ. ഒരു 10-20 ആൾക്കാർ കാണും. പക്ഷെ ആ ഹായ്ക്ക് എന്തോ ഒരു ഊർജം ഉണ്ടോ? ചോറ് കൊടുത്തില്ല ശരിക്കും, എനർജി കുറച്ചോറാ. ഹലോ ഹലോ. ഇത് പാനൂരാണ്, ഊർജമുള്ള ആളുകളാണ്, ഊർജ്ജസ്വലം എനിക്കറിയാം, അതായത് എന്റെ നാട് കൂടിയാണ്. പക്ഷെ അത്ര പോരെ കൊണ്ട് ഹലോ ഹലോ. ഇനി നിങ്ങളായിരിക്കും പാടായിരിക്കും അല്ലേ? ഓക്കെ, നമുക്കൊന്ന് ക്ലാപ്പ് ചെയ്ത് നോക്കിയാലോ? ഒന്ന് ഞാൻ വെറുതെ അല്ല, ഞാൻ പറയുമ്പോൾ ക്ലാപ്പ് ചെയ്യാം. 1 2 1 2 3. റെഡിയാണോ? 1 2 1 2 3. ഇപ്പോഴാണ് അങ്ങ് എത്തിയത്. അതിന്റെ ഒരു അനങ്ങൾ ഇങ്ങനെ വരുന്നത് അങ്ങനെയാണല്ലോ. ഒരു തേരടിച്ചാൽ അടുത്ത് കൂടി ഇങ്ങനെ മെല്ലെ വരും. അതായത് നന്നായിട്ടുള്ള അർത്ഥമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എംപതിയാണ് വേണ്ടത്. എംപതി ഈ സിമ്പതിയുടെ കൂടിയുള്ള സാധനമാണ്. സിമ്പതി എല്ലാവർക്കും ഉണ്ടല്ലേ? അയ്യോ പാവം, അയ്യോ പാവം എന്ന സാധനല്ലേ? അതെല്ലാവർക്കും. എംപതി ആയിരിക്കും അറിയോ? എംപതി സാറേ പണ്ട് സ്കൂൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു നോക്കൊക്കെ അല്ലേ? അന്ന് സൾഫ്യൂരിക് ആസിഡിന്റെ ഇതേപോലെ ഒരു രാസനാമമുണ്ട്. ടീച്ചർ ചോദിച്ചു ക്ലാസ്സിൽ ആരെയും കിട്ടുന്നില്ല. അപ്പൊ ഒരു കുട്ടി പറഞ്ഞു ടീച്ചറെ നാവിലുണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ ടീച്ചർ പറഞ്ഞേ മോനെ സൾഫ്യൂരിക് ആസിഡ് വേഗം കുത്തിക്കോ. എന്റെ ടീച്ചറോട് ഇരിക്കുന്നുണ്ട്, വളരെ സ്കൂളിൽ ഞാൻ പഠിച്ചത്. അപ്പോ മോനെ സൾഫ്യൂരിക് ആസിഡ് വേഗം തുപ്പിക്കോ. അപ്പൊ ഉത്തരം എല്ലാ കുട്ടിയും കിട്ടിയപ്പോ. അപ്പൊ ഇതുപോലെ ചില കാര്യങ്ങൾ സാറേ എവിടുന്നും കേൾക്കുന്നുണ്ട്, ഓർമ്മയുണ്ട്, ഇത് വരുന്നില്ല എന്ന സംഭവമുണ്ട്. എംപതി എന്നത് നമ്മള് നമ്മെ പോലെ മറ്റാളും കാണുക, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ പ്രയാസം അനുഭവിക്കുന്ന അതേ അവസ്ഥ നമ്മൾ ഫീൽ ചെയ്യുക. വീടില്ലാത്തൊരാള് നമ്മോട് പരാതി പറയുമ്പോ, വിഷമം പറയുമ്പോ, ഓടെ വീടൊന്നും വേണ്ട, കുടിവെള്ളം കിട്ടാത്ത ഒരാള് ഒന്ന് വിഷമം പറയുമ്പോ ഒരു നല്ല നേതാവ് പറയുക, ചിന്തിക്കുക, വെള്ളം ഇല്ലെങ്കിൽ അവസ്ഥ എന്താണ്? എനിക്ക് എന്റെ വീട്ടിലെ ഇല്ലാതായെങ്കിൽ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ, ചായ ഉണ്ടാക്കാൻ, അറ്റ്ലീസ്റ്റ് ഒന്ന് കുടിക്കാനായി കിട്ടുന്ന അവസ്ഥ വരില്ലേ? ഇത് വലിയ പ്രശ്നമാണ്. ആ ഫീലിംഗ് അദ്ദേഹത്തെ കേൾക്കും. ക്ലിയർ ഉണ്ടോ? പറഞ്ഞേ ഞാൻ താഴെ ഇറങ്ങണോ? വേണം? അത് ഇറങ്ങാറില്ല, ഞാൻ ഇറങ്ങും കുറച്ച് ചെയ്യുമ്പോ അവസാനത്തിൽ. അപ്പോ എംപതറ്റിക് ആയിട്ട് കേൾക്കണം. എന്റെ പോയിന്റ് എവിടെയാണ്? ലിസണിങ് ആണ്. ലിസണിങ്. എ ഗുഡ് ലിസണർ ഈസ് എ ഗുഡ് ലീഡർ. എത്ര മാത്രം ജനങ്ങളെ കേൾക്കാൻ കഴിയുന്നുവോ അത്ര മാത്രം ജനങ്ങളോട് നിങ്ങൾക്ക് അടുപ്പം ഉണ്ടായിരിക്കും, ജനങ്ങൾ നിങ്ങളോട് ബന്ധം കാണിക്കും. എ ഗുഡ് ലിസണർ. എത്രയും കൂടുതൽ കേൾക്കണം ജനങ്ങളെ. ലീഡർഷിപ്പ്, ലീഡർ എൽ അല്ലേ? ലീഡർ അത് ഒന്ന് ലിസണറാണ്. ഗുഡ് ലിസണർ ആയിരിക്കണം. കേൾക്കുക മാത്രമല്ല, എ ഗുഡ് ലീഡർ ഈസ് എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നന്നായി സംവദിക്കാൻ കഴിയണം. ആളുകളെ എടുത്തിങ്ങനെ കയ്യിൽ അമ്മാനമാണെന്ന പ്രഭാഷകരെ കേൾക്കാൻ നമ്മൾ അങ്ങനെ മൈക്കേണ്ടി പറഞ്ഞൊന്നുമില്ല. ആളുകൾ സംസാരിക്കുമ്പോ അവരെ ഹൃദയങ്ങളിലേക്ക്, മനസ്സിലേക്ക് കയറാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. അപ്പോ ഇതിന്റെ പുറമെ നമുക്ക് നല്ല പ്രസംഗ പരിശീലന ക്ലാസ് കൂടി വേണം അർത്ഥം. ഹലോ, എനിക്ക് പണി ഉണ്ടാക്കാനുള്ള ഞാൻ ആദ്യം വളരെ എന്നെ വിളിച്ചതില്ലെങ്കിലും അത് ആവശ്യമാണ്. നല്ല പ്രസംഗ പരിശീലനം വേണം. മിതം ച സാരം ച വാചോക്തി വാഗ്മിതം.
മിതമായി പറയണം, അർത്ഥപൂർണമായി പറയണം. ആ വചനങ്ങളിൽ വാഗ്മിത്തം നിറഞ്ഞു തുളുമ്പണം. കുറേ പറഞ്ഞു, ഒരു 1-3 മണിക്കൂർ പ്രഭാഷണം. എന്താ പറഞ്ഞത് അറിയില്ല, മനസ്സിലായിട്ടില്ല. പ്രസംഗമല്ല, 5 മിനിറ്റ് പ്രസംഗിച്ചു. എന്താ പറഞ്ഞത്? ഒരുപാട് ആശയങ്ങൾ അതിലുണ്ട്. ഗുഡ് കമ്മ്യൂണിക്കേഷൻ, ഗുഡ് സ്പീച്ച്. അതാ പ്രസംഗം, അതാ പ്രഭാഷണം. അപ്പൊ അതിനർത്ഥം പ്രസംഗിക്കാൻ കുറെ സമയം വേണമെന്നില്ല, കുറച്ച് വേണ്ടി. പക്ഷേ അത് നന്നായി പറയാൻ കഴിയണം. ഒന്ന് ഓർക്കുക, ഏറ്റവും നല്ല ലിസണർ ആവണം. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏറ്റവും നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആള് കൂടിയായിട്ട് മാറേണ്ടതുണ്ട്. നന്നായി സംസാരിക്കാൻ കഴിയണം, സദസ്സറിഞ്ഞ് സംസാരിക്കാൻ കഴിയണം. ഇവിടെ കുറെ യുവാക്കളും യുവതികൾക്കുള്ളത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആൾക്കാരുള്ളത്, അവിടെ പോയിട്ട് പിന്നെ തൊഴിലുറപ്പിന്റെ കേസ് പറഞ്ഞാൽ എന്താ ആൾക്കറിയാം നോക്കല്ലേ? കാരണം എന്താണ് ഇവരെ ബാധിക്കുന്ന വിഷയം. ഇവർക്കിപ്പോ വേണ്ടത് ഇപ്പൊ തൊഴിൽ കിട്ടുന്ന സംവിധാനങ്ങളോ നിലവിൽ നടക്കുന്ന പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഈ സദസ്സിന് എന്താണോ വേണ്ടത് അത് അറിഞ്ഞു വേണമെങ്കിൽ പ്രസംഗിക്കാൻ. അപ്പൊ അവർ കേൾക്കും. സദസ്സറിഞ്ഞ്, ആളറിഞ്ഞ്, സഭയറിഞ്ഞ്, ആളറിഞ്ഞ്, വിഷയമറിഞ്ഞ് കൃത്യമായി അളന്നു സംസാരിക്കാൻ കഴിയണം. നമ്മൾ പരിശീലിച്ചെടുക്കണം. ഏറ്റവും നല്ല പ്രഭാഷകൻ, അത് ഏത് പ്രഭാഷകനാണെങ്കിലും അവർ പരിശീലിച്ച് പ്രഭാഷകരായാലും മാത്രമാണ്. ജനിച്ചു വരുമ്പോഴേ ശേഷങ്ങാനുണ്ടോ വരുമ്പോഴേ പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ ഞാൻ ഒരാളെ കേട്ടല്ലോ. അത് ഹസ്രത്ത് ഈസ നബി അല്ലെങ്കിൽ പിന്നെ യേശുവിനെ കുറിച്ചൊരു ഒരു കഥ മാത്രം കേട്ടത്. ജനിച്ചു വീണപ്പോഴേ തൊട്ടിൽ എന്ന് പറഞ്ഞത്രേ ഞാൻ നിങ്ങളുടെ പ്രഭാഷകനാണ്. അങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടുണ്ട്. വേറെ ആരും കുറിച്ച് കേട്ടിട്ടില്ല. ബാക്കി എല്ലാവരും ഒരു വയസ്സാവുമ്പോൾ സംസാരിക്കാൻ തുടങ്ങിയത്, പ്രസംഗിക്കാൻ തുടങ്ങുന്നത്. അത് പിന്നെയും കാര്യങ്ങളല്ലേ. 10, 12, 13 വയസ്സാവുമ്പോഴാണ് പ്രഭാഷണം പലപ്പോഴെത്തുക. ഇത് നമ്മൾ ഇങ്ങനെ പരിശീലിച്ചെടുക്കണം. ലോകത്തെ പ്രശസ്തരായ പ്രഭാഷകർ മുഴുവൻ അവർ പരിശീലിച്ച് വന്ന പ്രഭാഷകരായിരുന്നു. അവരെ വാക്കുകൾ കേൾക്കാൻ നമ്മൾ ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കും. അഴീക്കോട് മാഷിന്റെ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട് പ്രാണൻ കോളേജ് പഠിക്കുന്ന കാലത്ത്. അഴീക്കോട് മാഷ് പ്രഭാഷണത്തിൽ മാത്രം ഡോക്ടറേറ്റാണ്. അദ്ദേഹം പ്രസംഗം കേൾക്കാൻ ഞാൻ പോയപ്പോ വളരെ ശബ്ദം കുറച്ച് ലളിതമായി ഒഴുകി അങ്ങനെ പറയുക. ആളുകൾ ഒരു സൂചി വീണ കേൾക്കുന്ന അത്രയും നിശബ്ദമായ ഇരിക്കുകയാണ്. അദ്ദേഹം അടുത്ത വാക്ക് എന്തായിരിക്കും അങ്ങനെ ജനങ്ങളെ കാത് കുറിപ്പിച്ചതല്ലേ. ശരിക്കും അവിടെ കാണുമല്ലോ. ആളുകൾ ഇങ്ങനെ കേൾക്കണം, അല്ലെങ്കിൽ മിസ്സാവും. അത് പ്രഭാഷണത്തിന്റെ രീതിയാണ്. പ്രഭാഷണത്തിൽ മാസ്മരികതയുണ്ട്. നല്ല ലീഡറാണെങ്കിൽ നന്നായി സംസാരിക്കാൻ പഠിക്കണം. ഈ കമ്മ്യൂണിക്കേഷൻ എന്നാല് തോന്നിയെല്ലാം വിളിച്ചു പറയുന്നത് കേട്ടോ. അതിന് മാത്രം ഇതല്ല, തോന്നിയെല്ലാം വിളിച്ചു പറയില്ല കേട്ടോ. ജനങ്ങൾക്ക് വേണ്ടത്, ആവശ്യമുള്ളത് പറയുക, കേൾക്കുക. ലിസണിങ് കൂടി വേണം. കേൾക്കണം ആദ്യം. ലേണറാണ്, ലിസണറാണ്. കേൾക്കണം നമ്മൾ ആദ്യം. നന്നായി കേൾക്കാൻ കഴിയണം നമുക്ക്, നന്നായി പറയാൻ കഴിയണം നമുക്ക്. അതിന് നമ്മൾ പരിശീലിച്ചെടുക്കണം. മിസ്റ്റർ ജാസൻ കഥ കേൾക്കാറുണ്ട്. അദ്ദേഹം ബ്രിട്ടന്റെ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോ ഒരു നാള് ബാത്റൂമിൽ ഇങ്ങനെ സംസാരിക്കുന്ന ശബ്ദം കേട്ടു. സെക്രട്ടറി ഓടി വന്നു, സർ എന്തോ പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞത്രേ, ഞാൻ ബ്രിട്ടന്റെ പാർലമെന്റിലേക്ക് പോയത്. എവിടെ? ബാത്റൂമിലാണ്. എന്താ പിന്നെ ആൾക്കാർ? അദ്ദേഹം പറഞ്ഞത്, ഈ വീഴുന്ന വെള്ളത്തുള്ളിക്ക് വേണ്ടിയുള്ള മെമ്പർമാരാ. ഞാൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അവരോട്. കുടിക്കുമ്പോ വീഴുന്ന ഈ ബാത്റൂമിൽ ഇങ്ങനെ വന്നു വീഴുന്ന എല്ലാ വെള്ളത്തുള്ളികളും വെള്ളവും മെമ്പർമാരാണ്. ഞാനൊരു പ്രധാനമന്ത്രിയാണ്, ഇതില് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശീലിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ് പരിശീലനം നൽകുകയാണ്. ഗാന്ധിജി പറഞ്ഞില്ലേ, ആദ്യം എല്ലാരും വിളിച്ചു കൂട്ടി ഇതിനൊക്കെ ഒന്ന് പ്രതിജ്ഞ വെച്ചിട്ട് സംസാരിക്കാൻ നോക്കുമ്പോ അങ്ങനെ പ്രശ്നമുണ്ട്. ഈ സാറിന്റെ പേര് ഗർദാംഗീന. ഈ സാറിന്റെ പേര് അല്ലേ ഗർദാംഗീന. ഞാൻ ഫസ്റ്റ് പ്രസംഗ പരിശീലന സ്ഥലത്ത് പോയപ്പോ രാത്രിയിൽ ക്ലാസ് കഴിഞ്ഞ് റൂമിൽ വന്ന് നോക്കുമ്പോൾ അങ്ങനെ മുട്ട ഫുള്ള് ചുവന്ന് തുറത്തിട്ടുണ്ട്. ഞാൻ ചെന്താ പറ്റിയത് അത് സാർ 2 പ്രാവശ്യം പ്രസംഗം വിളിച്ചില്ലേ, ആ 2 പ്രാവശ്യം അടിച്ചിട്ടാണ് ഇങ്ങനെ വിറച്ചിട്ട്. ഈ പ്രസംഗം നിൽക്കുമ്പോഴാണ് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ബാഗ് ഇങ്ങനെ മോഹൻ പറന്ന് വരുമ്പോൾ ഫീൽ ചെയ്യും. പിന്നെ കുറച്ച് കണ്ണ് ഇരുട്ട് കയറി ഞാനിവിടെ ഇങ്ങനെ വീഴും അല്ലേ. സുഖമല്ല, അവിടെ എനിക്ക് എത്ര സുഖമല്ല എന്ന് പറയാം. പക്ഷെ പരിശീലിച്ച് നമുക്ക് കഴിയും. ഞാൻ നിർത്തുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇത് നമുക്കും കഴിയും,
നമ്മൾ പരിശീലിച്ചെടുക്കണം. ഒരുപാട് അവസരങ്ങളിൽ പോകുക നമ്മളത് പരിശീലിക്കണം. അപ്പൊ ഞാൻ പറയുന്നത് നല്ല ലിസണർ ആയിരിക്കണം. 2 എംപതി ഉണ്ടാവണം, അല്ലേ? എംപതി ഉണ്ടാവണം. ആളുകളെ അവരുടെ വിഷയങ്ങൾ കേട്ട് അതിലേക്ക് നിന്ന് അവർ അത് പറയുന്ന ആ ഫീലിംഗിൽ ഉൾക്കൊണ്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ടാവണം. മറ്റൊന്ന് വിശ്വസ്തനായിരിക്കണം, നല്ല ഓണസ്റ്റി ആയിരിക്കണം. എല്ലാ തരികളിലുള്ള നേതാവിനെ അംഗീകരിക്കോ? 100 രൂപ കണ്ടാൽ 200 രൂപ മുക്കുന്ന ഒരു ഫീലിംഗ് ആണെന്ന് അതിന് അംഗീകരിക്കോ? വിശ്വസ്തനായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പോലും ജനങ്ങളുടെ വിശ്വാസം നിർത്തപ്പെടണം. അത് വേണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. ജനങ്ങളുടെ വിശ്വാസത നിലനിർത്താൻ കഴിയണം. ഓണസ്റ്റി ആയിരിക്കണം. നമ്മൾ ഒരു വിശ്വാസം നമുക്ക് നിർത്താൻ പറ്റണം. ആളുകളില് വിശ്വാസം 2 തരത്തിലാണ്. ഒന്ന്, ഇയാൾ ഓക്കെ ആണ്, ഇയാളുടെ വ്യക്തിത്വം കൊണ്ട് ഓക്കെ ആണ് എന്ന ഫീലിംഗ് ഉണ്ടാക്കണം. 1, 2 ജനങ്ങൾക്ക് നമ്മളോട് വിശ്വാസം ഉണ്ടാവണം. ഇദ്ദേഹത്തിന്റെ മേൽ നിന്നാൽ, ഇദ്ദേഹത്തിന് കൂടെ നിന്നാൽ, ഇദ്ദേഹത്തിനൊപ്പം നിന്നാൽ നമുക്കും നമ്മുടെ കാര്യം നടക്കുമെന്നൊരു ഫീലിംഗ്, വിശ്വാസം നമുക്ക് കൊടുക്കാൻ പറ്റണം. പക്ഷെ അവരുടെ കാര്യം ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു ലീഡർ, യഥാർത്ഥ ലീഡർ ഒരിക്കലും ഫോളോവേഴ്സിനെ അല്ല ഉണ്ടാക്കുക, ലീഡേഴ്സിനെ ഉണ്ടാക്കുക. A good leader is not making followers, will be making leaders. ഞാൻ സാധാരണ സംഭവിക്കില്ല പലയിടത്തും ഇവിടെ കേട്ടോ. നമുക്ക് നമ്മുടെ കാര്യം അവരത് അറിയാലോ. ചില സംഘടനയിലേക്ക് പോയി കഴിഞ്ഞാല്, ചില നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാല് ഒരു ലീഡർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലീഡറിനെ തപ്പി എന്താ പറയാ, ലോകം മുഴുവൻ പരിധിപ്പോണം ഞാൻ ലീഡറാക്കാൻ പറ്റും. ഒരു ലീഡർ ഉണ്ടാകുമ്പോൾ അയാളുടെ കൂടെ തന്നെ അനേകം ലീഡർമാരെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി. എനിക്കൊപ്പം അപ്പൊ പേടി, അഥവാ ഇയാൾ എന്നെ പാല വെച്ചിട്ട് കാല് വെച്ചിട്ട് എനിക്ക് പണി എന്നിട്ട് ഇയാൾ ലീഡറായല്ലോ. നമ്മെ ഈ പറഞ്ഞ രീതിയിൽ ക്വാളിറ്റി ഉള്ള ഒരാളാണ്, ജനങ്ങളുമായി ബന്ധമുണ്ട്, കേൾക്കാൻ തയ്യാറാണ്, അവർക്കൊപ്പമാണ് എങ്കിൽ ഒരാളും നമ്മെ ഉണ്ടാവില്ല മാറ്റിയിരുത്തില്ല. അപ്പൊ പറഞ്ഞു വന്നത് ഏറ്റവും നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആൾ ചെയ്യുന്ന ഏറ്റവും നല്ല വർക്ക് അദ്ദേഹത്തിനൊപ്പം മറ്റൊരുപാട് ആളുകളെ ലീഡേഴ്സ് ആക്കി ഉയർത്തിക്കൊണ്ടുവരും, വളർത്തിക്കൊണ്ടുവരും എന്നതാണ്. ഒരുപാട് ആളുകളെ ലീഡേഴ്സ് ആക്കി ഉയർത്തിക്കൊണ്ടുവരും. അതെന്താ വേണ്ടത്? അത് നല്ല ടീം വർക്ക് വേണം. എന്താ ടീം പറഞ്ഞാല്? എന്താ ടീം പറഞ്ഞാല്? ടീം സ്പെല്ലിംഗ് പറയാമോ? ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, സമയായോ? ഹലോ, ഇതിന്റെ പ്രശ്നം ട്രെയിനിങ് ചെയ്യുന്ന ഒരു പ്രത്യേകത. നമ്മൾ ഈ പ്രസംഗം കേട്ടിങ്ങനെ ഇരുന്നിട്ടത് സോ എല്ലാം കേൾക്കുന്ന എനിക്കറിയാം. ടീം എന്ന സ്പെല്ലിംഗ് എന്തൊക്കെയാ? വെരി ഗുഡ്. മോളെ പേരെന്താ? എന്താ? അനുഷ. വെരി ഗുഡ്. അനുഷ എത്ര ക്ലാസ്സിലാ? അനുഷ്ക എത്ര ക്ലാസ്സിലാ? 4th സ്റ്റാൻഡേർഡ്, 4ല്. വെരി ഗുഡ്. ഒരു ക്ലാപ്പ് കൊടുക്കാവോ അനുഷ്കക്ക്? അനുഷ്കക്ക് 4ാം ക്ലാസ്സിൽ അത്ര മതി ക്ലാപ്പ്. നമ്മളിപ്പം കൊടുത്തിട്ട് വേണം ഓള് തന്നാവാൻ, അല്ലേ? നമ്മളെ കൊടുത്തിട്ട് വേണം മോള് തന്നാവാൻ. എന്റെ മോളാന്ന് ഞാൻ കൊടുക്കുക. എന്റെ മക്കൾക്ക് പറ്റില്ല, ബാക്കിയൊക്കെ ഞാൻ കൊടുക്കില്ല. നിങ്ങൾ കേട്ടോ, ചില സ്ഥലത്ത് എങ്ങനെയാണ്, അല്ലേ? ഒരു ബിഗ് ക്ലാപ്പ് ഫോർ അനുഷ്ക. വെരി ഗുഡ്. ചോദിച്ചു വാങ്ങണം, അതും ആവശ്യമാണ്. ചിലർ ചോദിച്ചെന്നാ വാങ്ങണം. തെറ്റിപ്പോയില്ലല്ലോ അനുഷ്ക? കറക്റ്റല്ലേ? കറക്റ്റാണ്. കുട്ടികള് നമ്മളെക്കാളും വലിയവരാണ്. യൂണിവേഴ്സിന്റെ വാക്കുകളാണല്ലോ. അവര് നാളെ കുറിച്ച് പ്രവചിക്കുന്ന ആളുകളാണ്. അവർ നാളെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇന്നല്ല അവരെ ലോകം. ഇന്ന് അവരുടെ കളിച്ച് ആസ്വദിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ നമ്മൾ ചെയ്യുക പഠിക്കുന്നുണ്ടെങ്കിൽ പരമാവധി എന്തെങ്കിലാക്കിയിട്ട് അവർ നശിപ്പിക്കാൻ നോക്കുക. അതാണ് പരിപാടി, അല്ലേ? ഏത് 5G യുഗത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ 2Gക്കാരെ പോയിട്ട് ഇങ്ങനെ പഠിപ്പിക്കണം. എന്താ പഠിപ്പിക്കേണ്ടത്? പഠിപ്പിക്കല്ല വേണ്ടത്, വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. നമ്മൾ ഈ മരമൊക്കെ നട്ടാല്, മാവോ പ്രാവൊക്കെ നട്ട് കഴിഞ്ഞാല് നമ്മളാണോ വളർത്തുന്നത്, അല്ലാതെ സ്വയമാണ് കഴിക്കുന്നത്? എങ്ങനെ? നമ്മൾ വളർത്തും? ഇല്ല, സ്വയം വളരും. നമ്മൾ എന്താ ചെയ്യാം? അതിന് വേണ്ടുന്ന
അവരോട് ചേർന്ന് നിൽക്കേണ്ടത്, അല്ലാതെ നാം അവരെ എന്ത് ചെയ്യരുത്, പ്രയാസപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് പോകരുത്. അമിതമായ ഭാരം കൊടുക്കരുത്. അമിതമായ ആഗ്രഹങ്ങൾ അവരെ മേൽ വെച്ച് പുലർത്തി അത് മുഴുവനും കൊണ്ടുപോയി നീ പൂർത്തീകരിക്കണം പറയുമ്പോഴാണ് പല മക്കളും വഴിയിൽ നിന്ന് ജീവിതം വിട്ട് മറ്റു വഴിയിലേക്ക് പോകുന്നത്. കാരണം അച്ഛന് ഡോക്ടർ ആവാൻ ആഗ്രഹം, അച്ഛനാവാൻ പറ്റില്ല. പിന്നെ അച്ഛൻ തീരുമാനിക്കുന്നത് എന്റെ മോനാവട്ടെ എന്നാ. മോനിക്കാണ് എന്റെ കപ്പാസിറ്റി ഇല്ല. എന്റെ അവസാനം കൊണ്ടിട്ട് ഇവനെ പ്ലസ് ടു കഴിഞ്ഞ് കൊണ്ടിട്ട് സയൻസ് എങ്ങനെയോ കഷ്ടപ്പെട്ടെടുത്ത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തിനാ പറഞ്ഞേക്ക ഏതാ ഏതെങ്കിലും പിന്നെ അച്ഛൻ എടുത്തോ ഏതെങ്കിലും പിന്നെ കോട്ടയത്തോ കണ്ണൂരിലോ പാലക്കാട് കൊണ്ടുപോയി ചേർക്കും. എന്തിന്? പരിശീലിച്ചിട്ട് മകൻ ഇങ്ങനെ 3-4 മാസം ഇങ്ങനെ പോയി നോക്കും. എങ്ങനെ പോയിട്ടും A+B² ഒരു പിടുത്തവും കിട്ടുന്നില്ല. സയൻസ് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ബയോളജി അങ്ങോട്ട് ഉദിക്കുന്നേയില്ല. ഇവന് കഴിയുന്നത് ചിത്രം വരയ്ക്കാനാണ്, ഇവന് കഴിയുന്നത് ഫോട്ടോഗ്രാഫിയാണ്, ഇവർക്ക് കഴിയുന്നത് നന്നായി പാടാനാണ്, ഇവർക്ക് കഴിയുന്നത് വേറെ എന്തൊക്കെ വഴിയാണ്. ആ വഴി തിരിയാൻ അച്ഛൻ സമ്മതിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യാ? വീട്ടിലെത്തിയ അച്ഛൻ ചീത്ത പറയും, ഇവിടുത്തെ ടീച്ചർ ചീത്ത പറയും. പിന്നെ ട്രെയിനിൽ വരുമ്പോ വഴിക്കിറങ്ങലാണ് ഏറ്റവും നല്ല ബുദ്ധി എന്ന് ആലോചിക്കും. വളർത്തേണ്ടത് നമ്മളാണോ മക്കളാണോ? വളരേണ്ടത് മക്കളാണോ നമ്മളാണോ? അത് തീരുമാനമായാലോ? ഓക്കെ, നിങ്ങളെ വിട്ടുതന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് വേറെ തന്നെ വിഷയമാണ്, ഇടയ്ക്ക് പറയുന്നത് മാത്രം. ഇപ്പൊ പറഞ്ഞു ലീഡർഷിപ്പിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ അടുത്തത് നമ്മളിതിൽ കുറെ പേര് വാർഡ് മെമ്പറായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ കുറെ പേര് ലീഡർഷിപ്പിന്റെ തലങ്ങളിലേക്ക് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ എനിക്കറിയാം. വിവിധ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അറ്റ്ലീസ്റ്റ് നമ്മുടെ വീടിനകത്തെങ്കിലും നമ്മൾ ലീഡറാണ്. അധ്യാപകനാണെങ്കിൽ സ്കൂൾ ലീഡറാണ്. ക്ലാസ്സിൽ മറ്റേ കുട്ടിയല്ല, നമ്മൾ ലീഡറാണ്. വീട്ടിൽ ഭാര്യ ആവട്ടെ ഭർത്താവട്ടെ ലീഡറാണ്. സമൂഹത്തിൽ പ്രസിഡന്റ് ആവട്ടെ സെക്രട്ടറി ആവട്ടെ മെമ്പർ ആവട്ടെ നമ്മൾ ലീഡറാണ്. എവിടെയും നമുക്കൊരു റോളുണ്ട്. അത് തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയണം. എന്താ വേണ്ടത്? ആത്മവിശ്വാസം. ആ ജീവനെ കൊണ്ട് ഇടയ്ക്ക് വന്നല്ലേ. അപ്പം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാൻ നമുക്ക് ടീം വേണം. ടീം എന്ന് പറഞ്ഞാൽ together everyone achieve more എന്നാണ്. ഒന്നിച്ച് അനുഷ്ഠിക്കുന്ന വായി പൊളിച്ചിട്ട് ഇങ്ങനെയല്ല പറഞ്ഞത്. ടീം എന്ന ടീച്ചർ പറഞ്ഞത് ടീം എന്നല്ലേ. ഇയാളെന്ത് എങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ അബ്രിവേഷൻ പറഞ്ഞത് together, ഒന്നിച്ച്, everyone, എല്ലാവരും, അച്ചീവ്, നേടുക, മോർ, കൂടുതൽ. ഒറ്റയ്ക്ക് നേടുന്നേക്കാളും നേടാൻ പറ്റുക ഒന്നിച്ചിരിക്കുമ്പോഴാണ്. അപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാളും നമ്മൾ ചെയ്യേണ്ടത് ഒരു ലീഡർ ആകുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ടീം ബിൽഡിംഗ് സാധിക്കണം. നല്ലൊരു ടീം ബിൽഡറാണ് ഏറ്റവും നല്ലൊരു ലീഡർ. അപ്പൊ ഞാൻ പറഞ്ഞ ഓരോ തന്നെ അവസ്ഥ. നല്ലൊരു ലിസണറാണ് ഏറ്റവും നല്ല ലീഡർ. നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണ് ഏറ്റവും നല്ല ലീഡർ. നല്ലൊരു ടീം ബിൽഡറാണ് ഏറ്റവും നല്ല ലീഡർ. നമ്മൾ നമ്മളിലേക്ക് നിന്ന് അപ്പടി നോക്ക്. ഞാനിതാണോ? ഞാനിതാണോ? ഭാര്യ, ഭർത്താവ്, മക്കൾ, കുടുംബം മാത്രം ലീഡർഷിപ്പ് എടുക്കുക. നമ്മൾ അതുകൊണ്ട് എല്ലാം പറ്റുമല്ലോ. അവിടെ തന്നെ സൊസൈറ്റി വരുന്നത്, അതിനുശേഷമല്ലേ പഞ്ചായത്ത് വരുന്നത്, വാർഡ് വരുന്നത്, അല്ലേ മീനച്ചി? പിന്നല്ലേ പഞ്ചായത്ത് വരുന്നത്, പിന്നല്ലേ പിന്നെ ബ്ലോക്കും ജില്ലാ പഞ്ചായത്ത് വരുന്നത്, പിന്നല്ലേ MLA കാണുന്നത്. ഇതൊക്കെ അവിടെ തന്നെ കുടുംബമാണ്. അവിടെ ഭാര്യയും ഭർത്താവും മക്കളേ ഉള്ളൂ. അവിടെ ഞാൻ ടീം ബിൽഡ് ചെയ്യാം. ആരാ തീരുമാനിക്കല്? അവിശ്വാസ എന്തോ പറയുന്നുണ്ട്. രാവിലത്തെ കറി ആരാ തീരുമാനിക്കല്? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആരാ തീരുമാനിക്കല്? തീരുമാനിക്കലാണോ കൂട്ടായി ചർച്ച എടുക്കലാണോ? ടീച്ചർ നല്ലൊരു സംഭവമുണ്ട്. രാവിലെ എന്ത് വേണമെന്ന് രാത്രി ഒരു അന്വേഷണം നടത്തും. അപ്പൊ ഭർത്താവ് അല്ലെ മക്കൾ പറയും എനിക്ക് ഇന്നതാ വേണ്ട, എനിക്ക് ഇന്ന വേണ്ടത്. 4 പറഞ്ഞാല് അടുപ്പിൽ തീ വെച്ചിട്ട് അമ്മ ഇറങ്ങി പോകല്ലേ. അങ്ങനെയല്ല. ഇവിടെ നിങ്ങളുടെ ഉത്തരമാണ് അവിടെ ഇപ്പം തന്നെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു സാറേ, പക്ഷേ നല്ല രസമായിരിക്കും. വീട്ടില് 10 ആള്, ഒരാൾ പറയാ പൂരി, ഒരാൾ പറയാം ചപ്പാത്തി, ഒരാൾ പറയാം ഇഡ്ഡലി, ഒരാൾ പുട്ട്, ഒരാൾ ദോശ, പിന്നെ 5 പിന്നെയും പറയാം. ഈ അമ്മ എന്താ ചെയ്യാം?
ഇല്ല ഈ പെങ്ങളെന്താ ചെയ്യാ, അവിടെ പ്രശ്നമുണ്ടോ? ഈ അമ്മയും പെങ്ങൾ മാത്രമാണോ അടുക്കളയിൽ കയറുന്നത്? ആശെ ക്ലാസ് എടുത്തിട്ട് മെല്ലെ പോവാ, വേണ്ടാത്ത പണി ഉണ്ടാക്കരുത്, കൈ കഴിഞ്ഞ് വീട്ടിൽ പോകണമെന്ന് എന്റെ ഭാര്യ കൂടിയുണ്ട്. അല്ല, അവിടെയൊക്കെ ഒരു കൂട്ടായ്മ വേണം. എല്ലാവരും പരസ്പരം ഓരോന്നോരോന്ന് എടുത്ത് സഹായിച്ചാണല്ലോ കുടുംബത്തിനൊക്കെ ഒരു ബന്ധം, ശക്തി, സ്നേഹം അതൊക്കെ വല്ലാതെ വർദ്ധിക്കും. അപ്പൊ ഇതന്നെ അവിടെ പ്രധാനമാണ്. എന്ത് വേണമെന്നൊരു ചോദ്യം, നാളെ ഇന്നതാക്കാമെന്ന ഒരു ഉത്തരം, അതെല്ലാവരും കൂട്ടായി എടുക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ നാളെ രാവിലെ ഇന്നാകുന്നുണ്ട്, അത് സാറ്റിസ്ഫിക്കേഷൻ ഉണ്ട്, സംതൃപ്തി ഉണ്ട്, ലീഡർഷിപ്പിന്റെ കൃത്യമായ സാധനം വരുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ടീം ബിൽഡ് ചെയ്യുന്നത് നമ്മൾ വീടിനകത്ത് തന്നെ തുടങ്ങേണ്ട കാര്യമാണ്. ഞാൻ അവസാനിപ്പിക്കാം. വീടിനകത്ത് തന്നെ തുടങ്ങണം ഈ സാധനം. എന്ത് വേണമെന്ന ചോദ്യം തുടങ്ങി. ഇത് മാത്രമല്ല, ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, പഠനത്തിൽ അവിടെ എന്തിനും പരസ്പരം മകൻ എന്താ പഠിക്കേണ്ടത്, അച്ഛനമ്മയും മക്കളും കൂടി സംസാരിച്ച് ചോദിക്കണം, തീരുമാനിക്കണം. അപ്പൊ വീടിനകത്തൊരു ടീം ബിൽഡ് ചെയ്യപ്പെട്ടു. മകന് ഫീലിംഗ് വന്നു, എന്റെ അച്ഛനോട് എനിക്ക് കാര്യങ്ങൾ പറയാം, അമ്മയോട് എനിക്ക് കാര്യങ്ങൾ പറയാം, ഏച്ചിയോടും അനിയോടും എനിക്ക് സംവദിക്കാം, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്റെ വീടിനകത്ത് കിട്ടും. ഇറങ്ങി വേറെ കാണേണ്ട ആവശ്യമില്ല. വൈകിട്ട് ഓട്ടോ ഡ്രൈവറാണോ, കണ്ടക്ടറാണോ, പിന്നെ പീഡക്കാരനാണോ, നാട്ടിലെ വേറെ ആരാണോ പോയി ചോദിച്ചിട്ട് പരിഹാരം കാണേണ്ട ആവശ്യമില്ല. എനിക്ക് എന്റെ കാര്യം തീരുമാനിക്കാൻ പറ്റും. എന്റെ വീട്ടിൽ എനിക്ക് ആൾക്കാരുണ്ട്. ഇത് ടീം ബിൽഡിംഗ് ഒരു ക്വാളിറ്റിയാണിത്. ഇത് നമ്മുടെ കമ്മിറ്റി ഇത് വേണം. എല്ലാവരെയും ചേർത്ത് പിടിക്കണം. ഒരാളിനെ അടിച്ചേൽപ്പിച്ച് തീരുമാനിച്ചാൽ പോരാ. എന്താ വേണ്ടത് ഞാൻ തീരുമാനിച്ചു. ആരാ മത്സരിക്കുന്നത് ഞാൻ തീരുമാനിച്ചു. ആരാ പോകേണ്ടത് ഞാൻ തീരുമാനിച്ചു. ആരാ ചെയ്യേണ്ടത് ഞാൻ തീരുമാനിച്ചു. നീ അങ്ങനെ ചെയ്യാനല്ല. അത് ചർച്ച ചെയ്തിട്ട് പരസ്പരം എല്ലാ ആൾക്കാർക്കും വ്യത്യസ്തമായ റോളുകൾ കൊടുത്ത്, ഓരോരുത്തരുടെയും വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് അങ്ങനെ വരയ്ക്കാൻ കഴിയും, അയാൾ അതിനെ ഏൽപ്പിക്കാം. ഒരാൾ സംസാരിക്കാൻ കഴിയും, അയാൾ അതിനെ ഏൽപ്പിക്കാം. ഒരാൾ കലക്ട് ചെയ്യാൻ പറ്റും, അയാളെ പിരിവിൽ ഏൽപ്പിക്കാം. ഒരാൾ കാര്യങ്ങളൊക്കെ നയിക്കാൻ കഴിയും, എന്താ പറയാ, കാര്യങ്ങളൊക്കെ ഒന്ന് നിരീക്ഷണം നടത്താനും വിലയിരുത്താനും കഴിയും, അയാൾ അതിനെ ഏൽപ്പിക്കാം. ഇങ്ങനെ ഓരോന്നും പണിയെടുത്താല് എല്ലാവർക്കും തോന്നും ഞാൻ ലീഡറാണ്. പിന്നെ അവിടെ ഗ്രൂപ്പോ പ്രശ്നമോ അടിയോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഉണ്ടാവില്ലേ? ഹലോ, ഉണ്ടാവില്ലേ? ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. അതാണ് വേണ്ടത്. ഇതൊന്ന് സംഭവിക്കുക, എല്ലാ കഴിവുകളും ഉത്തരവാദിത്വം ഒരാളിൽ കേന്ദ്രീകരിക്കപ്പെടും. ബാക്കിയുള്ള ആൾക്കാരോ, ബാക്കിയുള്ള ഫോളോവേഴ്സ്. അതേ പറഞ്ഞത് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാല് അത് ഫോളോവേഴ്സ് സൃഷ്ടിക്കലല്ല, മറിച്ച് ലീഡേഴ്സ് സൃഷ്ടിക്കലാണ്. ഒരു ലീഡർ ഇഷ്ടംപോലെ ലീഡേഴ്സ് സൃഷ്ടിക്കണം. ഇത് ലീഡേഴ്സ് സൃഷ്ടിക്കുന്ന രീതിയാണ്. ഇതൊരു ലീഡേഴ്സ് സൃഷ്ടിക്കുന്ന രീതിയാണ്. അങ്ങനെ ആകുമ്പോ കോൺഫിഡൻസോട് കൂടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആത്മവിശ്വാസത്തോട് കൂടി. അത് ആർക്കാ വേണ്ടത്? എന്തിനാ ആത്മവിശ്വാസം, കോൺഫിഡൻസ്? ലീഡർക്ക് വേണ്ട ക്വാളിറ്റി ചെയ്തു. എന്തിനാ ഈ കോൺഫിഡൻസ്? വേണ്ടേ? എന്തിനാ കോൺഫിഡൻസ്? ആത്മവിശ്വാസത്തിന് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിലോ രണ്ട് വാക്ക് പറയണം. പുതിയ സെക്രട്ടറി ആണ് നന്ദി പറയേണ്ടത്, അല്ലെങ്കിൽ സ്വാഗതം പറയേണ്ടത്. ശരിക്കാരിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്നെ കൊണ്ട് പറ്റുമോ, ഇതെനിക്ക് കഴിയുമായിരിക്കുമല്ലേ? കഴിയില്ല. ഇങ്ങനെ ഉണ്ടാവും, മത്സരമായിരിക്കും. അപ്പൊ കോൺഫിഡൻസ് വേണം. ഇവിടെ മാത്രമല്ല, പ്രസംഗിക്കാൻ മാത്രമല്ല, എഴുന്നേറ്റ് നിന്ന് ആളുകളോട് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നിർബന്ധമാണ്. ഇൻസ്പയർ അതേഴ്സ്, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ. വാർഡിലൊരു വിഷയം വന്നു, ഒരു വാർഡിലെ മെമ്പറായി മാറി നമ്മൾ. അങ്ങനെ മെമ്പറായി മാറിയപ്പോ, അല്ലെങ്കിൽ നമ്മളുടെ പിന്നെ ബൂത്തിന്റെ സെക്രട്ടറി മാറി നമ്മൾ. അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവരെ കൂടി പ്രചോദിപ്പിച്ച്, ചേർത്ത് പിടിച്ച്, അവരെയും കൂടി പ്രചോദിപ്പിച്ച്, നീയും കൂടി വേണം, നിനക്കത് കഴിയുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടി പ്രചോദിപ്പിച്ച് വേണം ചെയ്യാൻ. അതിന് ആദ്യം പ്രചോദനം വേണം, സെൽഫ് ഇൻസ്പയർഡ് ആവണം, സ്വന്തം വേണം. സ്വന്തം നിങ്ങൾ നോട്ടം കാണുന്ന ഒരു സംശയം ആയോ, സമയമായോ? ഓക്കെ, അപ്പോ സ്വയം ഇൻസ്പിറേഷൻ വേണം. എനിക്കിത് വേണമെന്ന ഒരു പ്രചോദനം സ്വയം ഉണ്ടായിത്തീരണം. അപ്പോഴേ മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് ഇത് കൊടുക്കാൻ അപ്പോഴേ സാധിക്കുള്ളൂ. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ എനിക്കൊരു കമ്മിറ്റ്മെന്റ് ഈ സംവിധാനത്തോട് വേണം. ഉണ്ടെങ്കിൽ എനിക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കൊന്നും വിശ്വാസമില്ല, ഇത് നടക്കുന്നൊരു തോന്നൽ എനിക്കില്ല, ഇതൊന്നും ഉണ്ടാകേണ്ട ആവശ്യം എനിക്കില്ല എന്ന ചിന്തയാണെങ്കിൽ ആൾക്കാർ തിരിച്ചൊത്തേ കാണിക്കുള്ളൂ. ഓക്കെ, ഒന്നെല്ലാവരും നിന്നാട്ടെ.
ഒന്ന് ഇരുന്നാടെ, ഒന്നുകൂടി ഇരിക്കാം. അത് ചിലതിനുള്ള ചാൻസ് ആണല്ലേ പുറത്തേക്ക് കട്ടാനുള്ള. ഒന്നുകൂടി ഇരിക്കാം. ഒന്ന് ക്ലാപ്പ് ചെയ്ത് 1 2 ആയിട്ടില്ല, ഒന്ന് നേരത്തെ പറയാനില്ല. വെരി ഗുഡ്. ഞാൻ മെമ്പറാണ്, MLA ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയില്ല. അതിന് എനിക്ക് സമൂഹത്തോടുള്ള ബാധ്യതകൾ തീർക്കാൻ വേണ്ടി, ഉത്തരവാദിത്തം തീർക്കാൻ വേണ്ടി, ഈ സമൂഹത്തിന്റെ താഴേക്ക് നിൽക്കുന്ന ആളുകളെ കൂടി ഉയരങ്ങളിലേക്ക് കൈപിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള എന്റെ ആഗ്രഹമാണ് എന്നെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാകുമ്പോ എനിക്കതിനോട് പൂർണ്ണമായ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ എനിക്ക് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗജനങ്ങളെയും എല്ലാ ആളുകളെയും അവർ അർഹിക്കുന്ന കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് അവർ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. അതിനെനിക്ക് നല്ല പാഷൻ വേണം. അതിന് എനിക്ക് അത്രമാത്രം അതിനോടുള്ള ഒരു ഇഷ്ടം, അതെന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടെടുത്ത് അവർക്കൊപ്പം നിൽക്കാൻ സമയം ചെലവഴിച്ച് മുഴുവൻ സമയവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ലീഡർഷിപ്പിലേക്ക് വരും പലപ്പോഴും സംഭവിക്കുന്നത്, ഞാനത് അടിവരായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ലീഡർഷിപ്പിൽ പലപ്പോഴും കുടുംബം നഷ്ടപ്പെടുന്ന ഒരു സാധ്യത ഉണ്ടാവുന്നത്. നാട്ടിൽ മുഴുവൻ ഭയങ്കര സംഭവമായിരിക്കും. നാട്ടുകാർക്ക് ഹരീഷ് മാഷിന്റെ കുടുംബത്തെ സ്നേഹമാണ് കേട്ടോ, സുഹൃത്താണ് പറയുന്നത്. ഹരീഷ് മാഷ് നാട്ടുകാർക്ക് ഒഴിച്ച് പരിപാടി, ഹരീഷ് മാഷിലെ പിന്നെ പരിപാടിയെ വേണ്ട തീരുമാനിക്കും. പക്ഷെ വീട്ടില് ഹരീഷ് മാഷ് നിങ്ങൾക്ക് ഭയങ്കര സംഭവമായിരിക്കും. ഇവിടത്തെ എന്താ വേണ്ട തിരിഞ്ഞോ കാര്യം നേരെയില്ല പറയും. മാഷകരില്ല കേട്ടോ, ഞാൻ ഉദാഹരണം പറയാണ്, ഇങ്ങനെയല്ല വേണ്ടത്. ഈ പാഷൻ ഉണ്ട് നമ്മുടെ കുടുംബത്തോട്, ടീം അത് കുടുംബത്തിൽ തുടങ്ങി വരണം. മകനോട്, മകളോട്, ഭാര്യയോട്, ഭർത്താവിനോടുള്ള കമ്മിറ്റ്മെന്റുകളും ഉത്തരവാദിത്തങ്ങളും അത് പൂർത്തീകരിച്ച് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. നമ്മുടെ ഈ പ്രവർത്തനങ്ങള് വീടിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെയോ മാറ്റി നിർത്തി പുതിയവരിലേക്ക് പോകല്ല, ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കഴിവാണ്, ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള കഴിവാണ്. പല നേതാക്കന്മാർക്കും പലർക്കും നമ്മൾ കാണാൻ കഴിയുന്നത്, അവര് സമൂഹത്തിൽ ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും കുടുംബങ്ങൾ എന്താവാറില്ല, ചേർന്ന് നിൽക്കാറില്ല, ഒന്നിച്ചു പോകാറില്ല. രണ്ട് കാര്യമുണ്ട് അവിടെ. ഒന്ന്, ഇദ്ദേഹത്തിന്റെ ഈ അഭിരുചിക്കൊപ്പം പോകാൻ പലപ്പോഴും ഭാര്യമാർക്ക് കഴിയാറില്ല, ഭർത്താക്കന്മാർക്ക് കഴിയാറില്ല. ഭാര്യ നല്ല ലീഡറാണ്, ഭർത്താവ് നല്ല ലീഡറാണ്, നല്ല നേതാവാണ്. അപ്പൊ ഭർത്താവ് നാട്ടില് ഗംഭീര പ്രഭാഷണം നടത്തി. പുതിയ കാലത്തിന്റെ പ്രത്യേകതയില് മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് കൊണ്ടുവന്ന്, എടി കേട്ടോ ഇന്നത്തെ എന്റെ പ്രസംഗമില്ലേ, അവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷന്റെ ഭാഗമായിട്ട് നടത്തിയ പ്രസംഗില്ലേ, ഗംഭീര കിട്ടിക്കിട്ട പ്രഭാഷണം. ആളുകൾ കൈയടിച്ചിടല്ലോ, കൈയടിച്ച് നിൽക്കുന്നില്ല, അമ്മാതിരി എനർജൈസ് ചെയ്യുന്ന പ്രഭാഷണങ്ങളും. നിങ്ങളൊരു ഡയലോഗ്, നിങ്ങൾ വരുമ്പോ ചായപ്പൊടി വാങ്ങിയ എന്താ പറഞ്ഞേ? എന്റെ പ്രസംഗത്തെ കുറിച്ച് ഞാനിങ്ങനെ വാചാൻ വരുമ്പോ ഭാര്യയുടെ ചോദ്യം, എല്ലാം വരുമ്പോ ചായപ്പൊടി വാങ്ങിയ ആനക്കാരൻ പറയുമ്പോൾ അല്ലെങ്കിൽ നിനക്ക് എന്നെ ഇഷ്ടമില്ലല്ലോ, എന്റെ കാര്യം ശ്രദ്ധിക്കില്ലല്ലോ. അല്ലെങ്കിൽ നിങ്ങളെ നേതാവായിട്ട് എനിക്ക് ഇവിടെ വലിയ കാര്യമില്ല. ഇവിടെ ചായ ഉണ്ടെങ്കിൽ ചായപ്പൊടി ചായ കിട്ടും, ഇല്ലെങ്കിൽ പുറത്തു പോയി കുടിക്കേണ്ടി അത്രയേ ഉള്ളൂ, തീർന്നു. ഇത് ആവർത്തിച്ചാലോ ഇത് നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ്. നമ്മളെ കുറെ ഇന്റർനാഷണൽ കാര്യം കണ്ടിട്ടില്ലോ, അവിടെ നിങ്ങൾ കൂടുതൽ അതുകൊണ്ടില്ലല്ലോ. ആവർത്തിച്ചാല് കുടുംബ ബന്ധങ്ങൾ തകർച്ചയിലേക്ക് പോകും. മക്കള് ലോകത്ത്, ഭർത്താവ് ലോകത്ത്, ഭാര്യ ലോകത്ത്. അപ്പൊ എന്താ വേണ്ടത്? ഇത് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാൻ കഴിയും. ആർക്ക്? ലീഡർമാർക്ക്. ആരാ ലീഡർ? ലീഡ് ചെയ്യുന്ന ആളാണ്. എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹവും തിരിച്ചറിഞ്ഞ് അവരിൽ ഒരാളായി അവരെ പ്രചോദിപ്പിച്ച് ഒരു കമ്മിറ്റ്മെന്റോട് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന, നല്ല കേൾക്കാൻ കഴിവുള്ള, കാര്യങ്ങളെ കൃത്യമായി അവലോകനം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് ലീഡർ. അങ്ങനെയാകുമ്പോൾ എനിക്ക് എന്റെ കുടുംബത്തെ തിരിച്ചറിയാൻ കഴിയും. അവന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം വന്നാൽ ഭാര്യ ചോദിക്കും, ഇന്നലെ പ്രഭാഷണം ഇന്ന് 18 ഇങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു, ആ വീഡിയോ എനിക്ക് സെൻഡ് ചെയ്യണേ, ഞാൻ സമ്മേളനം കേൾക്കാം. എന്ത് മനോഹരമായി. പകരം സംഭവിക്കല്, നിങ്ങളെ പ്രസംഗങ്ങളുടെ വയറൊന്നുമില്ല, അരി ഉണ്ടെങ്കിൽ ചോറ് വെക്കും, ഇല്ലെങ്കിൽ മീനുണ്ടെ കറി വെക്കും, ഇല്ലേ പട്ടിണി കിടക്കാം. ശരി, ഞാൻ ഓർഡർ വെച്ചോളൂ, നീ പട്ടിണി കിടക്കാം അല്ലേ? ഒരു ഭാര്യ ഭർത്താവ് തെറ്റിട്ട് പോയതാ. അപ്പൊ ഇങ്ങനെ നാട്ടിൽ പ്രഭാഷണം കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി ഭക്ഷണം കഴിക്കണോ അല്ല ഇവിടുന്ന് എണ്ണ കഴിക്കണോ ചിന്തിക്കുമ്പോൾ ഭാര്യ ചോദിച്ചോ, ഡേ എന്താ ഭക്ഷണം? അപ്പം ഭാര്യ പറഞ്ഞു, വിഷം. അവിടുത്തെ ഈ ദേഷ്യം തീർന്നില്ല. അപ്പൊ ഭർത്താവ് ഡയലോഗ്, അത് നീ കഴിച്ചിട്ട് സുഖമായി കിടന്നോ, ഞാൻ ഇവിടെ കഴിച്ചിട്ട് വരാം. അത് നീ കഴിച്ചിട്ട് സുഖമായി കിടന്നോളിക്കോ, ഞാനിപ്പോ ഭക്ഷണം കഴിച്ച് ഹോട്ടൽ കഴിച്ച് വന്നോളാം. ഈ രീതിയാണെങ്കിൽ
ലീഡർഷിപ്പ് കൊണ്ട് പൂർണ്ണതയെത്തില്ല. അത്തരം ആളുകൾക്ക് സമൂഹത്തിലും കൃത്യമായി ഇടപെടാൻ പറ്റില്ല. കാരണം ഈ ഒരു ഫീലിംഗ് എപ്പോ ഉള്ളിലുണ്ടാവും. ഇത് എപ്പോ ഉണ്ടാവും ഉള്ളിൽ. ഞാൻ പൂർണ്ണനാണോ? അല്ലല്ലോ. എന്റെ ലീഡർഷിപ്പ് കൊണ്ട് കയ്യിലില്ലല്ലോ. അങ്ങനെ ആകുമ്പോ ഈ കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലെങ്കിൽ അവരെ കൂടി ഫീൽഡിലേക്ക് കൂട്ടണം. എനിക്കൊന്നും ചെയ്യണം. ഏറ്റവും അവരുടെ വീട്ടിലെത്തിലാണ് നമ്മൾ അവർക്കൊപ്പം സമയം ചെലവഴിക്കാനും കേൾക്കാനും സമയം. ഈ ലിസണിങ് ഇവിടെ ആവശ്യം, ഈ കമ്മ്യൂണിക്കേഷൻ ഇവിടെ ആവശ്യം. ഇവരെ കേൾക്കണം, നന്നായി സംസാരിക്കണം, നന്നായി കേൾക്കണം, നന്നായി സംവദിക്കണം, നന്നായി സംസാരിക്കണം. അത് നമ്മുടെ വാർഡിലെ ഒരു മെമ്പറാണ്, വാർഡിലൊരു ആളാണ്, അയാൾ പറഞ്ഞ് കേൾക്കണം. അയാൾ എന്ത് പറയാനും തെറ്റേ പറയും, കുറ്റേ പറയും, അയാൾ കേട്ടിട്ട് കാര്യമില്ല എന്ന് തീരുമാനിക്കുക. ഒരു ദിവസം കേട്ടിരുന്നാൽ മതി, പിന്നെ അയാൾക്ക് പ്രശ്നമുണ്ടാവില്ല. ഇതുവരെ കേൾക്കുന്നുണ്ട് കുഴപ്പം. കേട്ടു കൊടുക്കുക, അയാൾക്ക് ആശ്വാസമാകുന്ന വാക്ക് കൊടുക്കുക, മറുപടി കൊടുക്കുക, ആശ്വാസമാകുന്ന മറുപടി, അതൊക്കെ നമുക്ക് പരിഗണിക്കാം. ഒന്ന് ചേർത്ത് പിടിക്കുന്ന ഒരു ഫീലിംഗ് സംസാരിക്കാം. അപ്പൊ അയാൾ കാണുമ്പോഴേ ഇപ്പോഴാണ് അയാൾ കേൾക്കാൻ തയ്യാറുള്ളത്, ഒരു ആശ്വാസമായി. അടുത്ത പ്രാവശ്യം വോട്ടിംഗ് മക്കനെ കിട്ടും. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒന്നിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ നമുക്ക് തയ്യാറാവില്ല, കേൾക്കാൻ തയ്യാറാവില്ല, ഉത്തരം കൊടുക്കാൻ നമുക്ക് തയ്യാറാവില്ല. ആളുകളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവില്ല. ഇതിനൊക്കെ കൂടെ ലീഡർഷിപ്പിന്റെ ഏറ്റവും ഓരോ പ്രധാനമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ്. എന്തിന് കഴിവോണം തീരുമാനം എടുക്കാൻ. വേണോ വേണ്ടേ എന്ന് അപ്പൊ പണയം ചെയ്യണം. ഞാൻ മനസ്സിലാക്കുന്നു സഖാ പിയാറിന്റെ ഒരു ക്വാളിറ്റി അതായിരുന്നു എന്ന്. തീരുമാനം അപ്പം എടുത്തു കൊടുക്കും. ശരിയോ തെറ്റോ പിന്നെ ആലോചിക്കും. തെറ്റാറില്ലെന്ന് മനസ്സിലാക്കുന്നു. അത് ഒരു ലീഡർഷിപ്പിന്റെ ക്വാളിറ്റിയാണ്. തീരുമാനിക്കാൻ അത് പിന്നെ നാളാവാം, അത് മറ്റന്നാളാവാം. ഇങ്ങനെ നീട്ടിയെടുക്കൊണ്ടിട്ട് കാര്യമില്ല. തീരുമാനിക്കാൻ കഴിയുന്ന ആൾക്ക് കമ്മിറ്റിയിലാവട്ടെ, മീറ്റിംഗിലാവട്ടെ, ഒറ്റയ്ക്കുള്ള സമയത്താവട്ടെ, നമ്മെ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തു കൊടുക്കാൻ കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലേ പ്രയാസമാണ്. ഇത് വീട്ടിലും ബാധക. ഒരു കാര്യം നീട്ടി കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വേണോ വേണ്ടേ തീരുമാനിച്ചപ്പോൾ ഉത്തരം കൊടുക്കാൻ വേണം. ഡിസിഷൻ മേക്കിംഗ് നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നമുക്ക് അംഗീകരിച്ച് കൃത്യമായി പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ ഒരു ഡെലിഗേഷൻ കൂടി ഉണ്ടെങ്കിൽ എല്ലാരും പരിഗണിക്കുക. ചിലപ്പോ ചില ആൾക്കാര് നമ്മുടെ കമ്മിറ്റി ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയാല് നമ്മുടെ വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ ബൂത്ത് ലെവലിൽ അല്ലെങ്കിൽ നമ്മുടെ യൂണിറ്റുകളിൽ നമ്മുടെ ഇതിന്റെ ഏറ്റവും താഴെ തലമുള്ള തലങ്ങൾ അവിടെയാണ് ഒരു ഏത് സംഘടനയും പ്രസ്ഥാനത്തിന്റെയും അടിസ്ഥാന ഘടകം അതിന്റെ വാർഡ് തലങ്ങളാണ്, ഗ്രാമതലങ്ങളാണ്, താഴെ തട്ടാണ്. ഒരു കോണി പോലെയാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ. ഒരു ലാഡറാണ് ലീഡർ എന്ന് പറഞ്ഞാല് നേതാവ്. ലാഡർ എന്ന് പറഞ്ഞാല് അനുഷ്ക പറഞ്ഞിട്ട് ഞാൻ കേൾക്കാനാണ് കോണി എന്ന് അർത്ഥം. കോണി എവിടെയാ വെക്കുക? ഒരറ്റം മുകളിലാണ്, മറ്റേത് താഴെ വെക്കാൻ പറ്റില്ലെങ്കിൽ തീർന്നു. ഈ പറഞ്ഞ താഴെ തട്ടില്ലെങ്കിൽ ഒരു നേതാവല്ല കേട്ടോ. ഒരു നേതാവല്ല. താഴെ തട്ടിലെ ജനങ്ങളില്ലെങ്കിൽ, താഴെ തട്ടിലെ നമുക്ക് കൂടെ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളില്ലെങ്കിൽ, നമ്മുടെ കൂടെ നിർത്താൻ പറ്റുന്ന സമൂഹം ഇല്ലെങ്കിൽ ഒരാൾക്കും നേതാവാൻ കഴിയില്ല. അപ്പൊ ചിലർക്ക് നേതാവിടെ ഇങ്ങനെ കയറി പോകും. കുറെ കഴിഞ്ഞപ്പോൾ ആരും ഉണ്ടാവില്ല. അപ്പോഴാണ് ചില ആൾക്കാര് കാലഘട്ടം അവഗണിച്ച് ശേഖരിച്ച ആൾക്കാരെ മാറുക. മേലെ പോകുമ്പോഴും താഴേക്കുള്ള ഒരു മരം പോലെയാണ്. മരത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരിക്കും, വെറും മരമായ പോരാ, നമ്മള് ഒരു മുള പോലെ ആവണം. ഒരുതരം മുളയുണ്ട് ചേനയിലൊക്കെ. ആ മുള പ്രത്യേകത 5 വർഷം വരെ അത് മുകളിലേക്ക് വളരില്ല. പക്ഷെ ആ അത്രയും കാലഘട്ടം അതിന്റെ വേരുകള് താഴേക്ക് ഇങ്ങനെ താഴ്ത്തിക്കൊണ്ടേയിരിക്കും. പിന്നെ 1-2 മാസം കൊണ്ട് 10-12 നില ബിൽഡിംഗ് അത്രയും വളർന്നു വരുന്നതാണ്.
അതിന് വളരെ പ്രശ്നമില്ല. പ്രശ്നമില്ലാത്തത് വേര് അത്രമാത്രമാണ് താഴേക്കുണ്ട്. അല്ലെങ്കിൽ മരം പോലെ ആവണം. ഒരു മരം എത്ര വലുതാകുന്നുവോ അത്രമാത്രം ശക്തിയുള്ള വേരുകൾ താഴേക്കുണ്ടാകും. എങ്കിലാണ് ഒരു മരമായിട്ട് വൃക്ഷമായിട്ട് പിടിച്ചിരിക്കുന്നെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഒരു നേതാവ് നിരന്തരമായി ജനങ്ങളുമായുള്ള ബന്ധമുണ്ടാകുമ്പോൾ തന്നെ ഉയരങ്ങളിൽ പോകുന്നെങ്കിൽ ഒരു വൃക്ഷം പോലെ ആവാൻ പറ്റുള്ളൂ. ഒരു ഡെലിഗേഷൻ, ഒരു പരിഗണന എല്ലാവർക്കും വേണം. എല്ലാരും കണ്ട് വെറുതെ ഹായ് എന്ന് പറഞ്ഞാൽ പോരാ. ഓരോ ആൾക്കാരും അങ്ങനത്തെ നേതാക്കന്മാർ നമ്മൾ എത്ര പേരുണ്ട് ഇവിടെ തന്നെ. ഞാൻ മനസ്സിലാക്കുന്നു അതന്നെ ഉദാഹരണം. നാട്ടിലെ ജനങ്ങളൊക്കെ അദ്ദേഹം അറിയാൻ പറ്റും. ആരെ അറിയാൻ പറ്റും? നീ ഇന്ന വീട്ടിലല്ലേ, ഇന്നയാളെ മോനല്ലേ, നീ ഇന്ന വീട്ടിലല്ലേ, നീ ഇന്ന വീട്ടിലല്ലേ, നിങ്ങൾ ഇന്ന വീട്ടിലല്ലേ, എന്നാ വന്ന് ചോദിക്കാൻ പേര് വിളിച്ച് പറയപ്പെടുന്ന നേതാക്കന്മാരുണ്ട്. അങ്ങനെയാകുമ്പോ അദ്ദേഹത്തിന്റെ അവസാന നിമിഷം വരെ നേതൃതലങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് നിൽക്കാൻ പറ്റുന്നതാണ് യാഥാർത്ഥ്യം. ഇതാണ് എന്റെ പ്രത്യേകത. അപ്പൊ ലീഡർഷിപ്പ് ക്വാളിറ്റി തീർച്ചയായിട്ടും നമുക്കൊക്കെയും ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമാണ്. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും വളരെ കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് നമുക്ക് വേണം. വൈകാരിക തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. ആളുകളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഒരാൾക്ക് ചിലപ്പോൾ തമാശ ഇഷ്ടാവില്ല. അയാൾ പോയി തമാശ പറഞ്ഞാല് നാളെ അയാൾ കൂടെ കാണില്ല. ഒരാൾക്ക് ചിലപ്പോൾ വേറെ ഭയങ്കര ടെൻഷനിലായിട്ടുണ്ടാവുക, ഭയങ്കര പ്രശ്നമില്ല, അയാൾ തിരിച്ചിട്ട് ആ സാധനങ്ങളുടെ കുഴപ്പമില്ല, അത് അച്ഛൻ വായിച്ചതാ. അപ്പൊ നമുക്ക് ആളുകളുടെ വൈകാരിക തലം അറിഞ്ഞു പെരുമാറാൻ കഴിയണം. അപ്പോഴാ ലീഡർഷിപ്പ് ക്വാളിറ്റി പൂർണ്ണമായിട്ടുണ്ടാവുള്ളൂ. ഒരു ഇമോഷൻ ഇന്റലിജൻസ് എപ്പോഴും ഉണ്ടാകണം. അതോടൊപ്പം ഒരു മനുഷ്യത്വം നമുക്ക് ഉണ്ടാവണം, ഒരു മാനവികത. ലീഡർഷിപ്പിന് ഒരു മാനവിക തലം നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത്. അങ്ങനെ മാനവിക തലമുള്ള ഒരു വിഷനുള്ള കൃത്യമായ പർപ്പസ് ഉള്ള വിഷൻ എന്നാൽ ഒരു ലക്ഷ്യം. ഒരു വിഷൻ ഉണ്ടെങ്കിലേ ഒരു സംവിധാനം മുന്നോട്ട് പോകാൻ പറ്റും. ഒരു കാഴ്ചപ്പാട് വേണം. ഞാൻ പ്രസിഡന്റ് ആയാൽ, ഞാൻ മെമ്പർ ആയാൽ എന്ന് ഇപ്പോഴേ തീരുമാനിക്കാൻ പറ്റണം, അത് പറയാൻ കിട്ടണം. അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയത് എന്നാലും ചിലപ്പോൾ കിട്ടില്ല വരും, അത് വേറെ കാര്യം. അപ്പൊ എന്തെങ്കിലും കാര്യം നാം കണ്ടുപിടിച്ചപ്പോൾ പിന്നെ തിരിച്ചു വരാം. പക്ഷെ ഒരു വിഷൻ എപ്പോഴും വേണം. ഞാൻ പറഞ്ഞല്ലോ, എവിടെ എന്ത് പദ്ധതിയാണെങ്കിലും ഒരു വിഷൻ അവതരിപ്പിക്കാൻ നമുക്ക് സാധ്യമാണ്. അങ്ങനെ ഒരു വിഷനിലൂടെ പോകാൻ കഴിയുന്ന മാത്രമേ നമുക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പൂർണ്ണതയുള്ള ഒരാളെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു പർപ്പസ്, ഒരു ലക്ഷ്യം, എന്തിനാണെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത്. അങ്ങനെയാകുമ്പോൾ എന്ത് പരിഹാരം, ഞങ്ങൾക്ക് കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, എന്താണോ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആ കാര്യം ആദ്യമേ മനസ്സിൽ കാണും. മനസ്സിലായില്ല? എന്താണ് സാധ്യമാണ്, ലക്ഷ്യം എന്താണ്, അത് ആദ്യം മനസ്സിൽ കാണും. എന്നിട്ട് എന്താ വേണം? സ്റ്റാർട്ട് വിത്ത് എൻഡ്, അവസാനം തുടങ്ങണം. തുടക്കം അങ്ങനെയാവണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വിജയകരമായ പ്രവർത്തനം നടത്താൻ പറ്റും. ഞാൻ നിങ്ങൾക്കുള്ള സമയം കൂടി തന്നെ ആഗ്രഹിക്കുന്നുണ്ട്, ഇടയ്ക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങളെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ പറഞ്ഞു വന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വാർഡിലാവട്ടെ, നാട്ടിലാവട്ടെ, ബൂത്ത് ലെവലിലാവട്ടെ, യൂണിറ്റിലാവട്ടെ, ഏത് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുമ്പോഴും അതിന് ഉയർന്നങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ ആളുകളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കുന്ന നല്ല ലിസണിംഗ് കപ്പാസിറ്റി ഇല്ല, എംപതറ്റിക് മൈൻഡില്ല, കാര്യങ്ങൾ കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന, അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന നല്ല ഒരു ഡിറ്റർമിനേഷൻ പവറുള്ള, ഡിസിഷൻ മേക്കിംഗ് പവറുള്ള, ഒരു എംപതിയുള്ള, റിയലിസ്റ്റിക് ആയ യാഥാർത്ഥ്യബോധം ഫുള്ളാണ് അല്ലേ, റിയലിസ്റ്റിക് ആയ യാഥാർത്ഥ്യബോധമുള്ള ഒരാളായിട്ട് നമ്മൾ മാറാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ, ആളുകൾ, സമൂഹം നമുക്കൊപ്പം ഉണ്ടാകും. ആളുകൾ, സമൂഹം എപ്പോഴും ഒരു നേതാവിനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഫാസിസത്തിന്റെ വെല്ലുവിളിയുടെ കാലത്ത്, പ്രശ്നങ്ങളുടെ വെല്ലുവിളി കാലത്ത് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ അതിനൊപ്പം തന്നെ വഴി കാണിച്ചു കൊടുക്കാൻ, മുന്നിൽ നിൽക്കാനും നയിക്കാനുള്ള ആളുകൾ എപ്പോഴും ആവശ്യമുണ്ട്. നമ്മളൊക്കെയും എപ്പോഴും ആവശ്യക്കാരാണ്. ജനങ്ങൾക്ക് ലീഡർമാർ എപ്പോഴും ആവശ്യമാണ്. അതെന്തെങ്കിലും ഭൗതികമായ ചെറിയ എന്തെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് ആവശ്യം വരുന്ന എന്തെങ്കിലും സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് അപ്പുറത്തേക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ ജനങ്ങളെ അവരെ തിരിച്ചറിഞ്ഞ് ഒരു ഉയരങ്ങളിലേക്ക്, ഡെസ്റ്റിനേഷനിലേക്ക്, ലക്ഷ്യങ്ങളിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു സമൂഹത്തെ, ഒരു ലീഡർസം, ഒരു നേതൃവിഭാഗത്തെ ജനങ്ങൾ ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഊർജ്ജസ്വലമായ ചിന്തയും കാഴ്ചപ്പാടും രൂപപ്പെടുന്നത്, ഞാൻ എന്തിന് ഇറങ്ങുന്നു എന്ന ബോധ്യം ഉണ്ടാവേണ്ടത്. അങ്ങനെ ബോധ്യം ഉണ്ടാകുമ്പോൾ
തീർച്ചയായിട്ടും ഓരോ ഇടങ്ങളും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഒപ്പം നടക്കുന്നവന്റെ വൈകാരിക തലങ്ങളെ തൊട്ടറിഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ ഞാൻ പറയുന്നു നമുക്ക് ഓരോ നാടിന്റെയും സ്പന്ദനങ്ങൾ തിരിച്ചറിയപ്പെടുന്ന ഒരു നേതാവാകാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മെ സമൂഹം പുറങ്കാല് കൊണ്ട് തട്ടി വഴികളിലേക്ക്, തെരുവിലേക്ക്, അരികുവൽക്കരിച്ചു കളയുന്ന യാഥാർത്ഥ്യം കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരം കൂടി നൽകുകയാണ്. ഈ പറഞ്ഞ ആകത്തുക നാം എല്ലാവരും ബോധ്യപ്പെട്ട് കഴിഞ്ഞുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കൃത്യമായ ധാരണയുള്ള കുടുംബതലം മുതൽ അന്താരാഷ്ട്ര തലം വരേക്കും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്ന കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി ഉള്ള, സംസാരിക്കാൻ കഴിയുന്ന, ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന വ്യക്തിത്വമുള്ള, നേരത്തെ വിട്ടുപോയിട്ട് ഒരു വ്യക്തിത്വം നമുക്ക് ആവശ്യമാണ്. വ്യക്തിത്വം മുഖംമൂടിയാണ് പലപ്പോഴും. അത് പേഴ്സോണ എന്ന മുഖംമൂടി നടത്തുന്ന സാധനം. പക്ഷെ അതിനപ്പുറത്തേക്കും നമ്മുടെ ജീവിതത്തിലേക്ക് പറയുന്ന കാര്യമൊക്കെ നമ്മൾ പകർത്തുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നന്മകളൊക്കെ ഉണ്ടാകും. സത്യസന്ധത, ഓണസ്റ്റി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയും. ഈ പറഞ്ഞ ആളുകളുടെ അനുഭവം കേൾക്കാനുള്ള കഴിവ് നമ്മുടെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കൊണ്ടുവന്നാൽ അത് നമ്മുടെ വ്യക്തിത്വമായി രൂപപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഒരു നല്ല പേഴ്സണാലിറ്റി നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആളുകൾ അവരെ നോക്കി പറയും ഇത് ലീഡറാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് പരിഷ്കർത്താക്കളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്.